ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് ഡി ബിയിൽ വരുന്ന സെലക്ടറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ ഞാൻ ഇതിനൊരു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്ടറിൻ്റെ മോഡുകളിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഡി ബിയിൽ ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ മീറ്റർ ബോക്സിൽ നിന്ന് കണക്ഷൻസ് 3 ഫേസ് ന്യൂട്രും വരുന്നത് ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. 61 ആംസ് ഐസൊലേറ്ററിലേക്ക് വരുന്നു. RYB എന്ന് പറയുന്ന ഫേസും അതുപോലെ ന്യൂട്രും വരുന്നത്. അതിൽ നിന്ന് ഔട്ട് വരുന്നത് നേരെ ELCBയിലേക്കാണ് വരുന്നത്. ELCBയും അതുപോലെ തന്നെ ELCB അല്ലെങ്കിൽ RCCB വി ഗാർഡിൽ തന്നെയാണ് രണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 61 ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. 30 മില്ലി ആംപിയർ ആണ് അതിൻ്റെ എർത്ത് ലീക്കേജ് കറണ്ട് വരുന്നത്. അത് തന്നെ ഐസൊലേറ്ററിൽ നിന്ന് ഔട്ട് വരുന്നത് നേരെ RCCBയുടെ താഴെ ആണ് കൊടുക്കുന്നത്. 3 ഫേസ് ന്യൂട്രും കൊടുത്തു. അതിനുശേഷം 3 ഫേസും ന്യൂട്രും മുകളിൽ നിന്ന് നമ്മൾ നേരെ എടുക്കുന്നു. ഇതാണ് അതിൻ്റെ ട്രിപ്പിങ്ങിൻ്റെ വരുന്ന ഓപ്ഷൻ വരുന്നത്. കാരണം ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഓൺ എന്ന് പറയുന്നത് മുകളിലേക്കും ഓഫ് എന്ന് പറഞ്ഞാൽ താഴേക്കുമാണ്. അതിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ ഇതിൻ്റെ നിന്ന് മുകളിൽ നിന്നും ഔട്ട് എടുത്തതിന് ശേഷം നേരെ പോകുന്ന 3 സെലക്ടറിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഫേസും 3 സെലക്ടറിലും കയറുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3 സെലക്ടറിൽ നിന്ന് 3 ഫേസ് നമുക്ക് ഏത് ഫേസ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സെലക്ടർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എല്ലാം തന്നെ ഓഫ് പൊസിഷനിലാണ് വരുന്നത്. എല്ലാം ഓഫ് പൊസിഷനിൽ നമ്മൾ ഇട്ടു. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കുക. ഒന്നാമത്തെ മെയിൻ 3 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യമേ തന്നെ 3 ലൈൻ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സെലക്ടർ ഒന്നാമത്തേൽ, രണ്ടാമത്തെ ഫേസിലിട്ടു, മൂന്നാമത്തെ വരുന്നത് 3 ഫേസിൽ. ഇത് 3 ഫേസും നമ്മുടെ വീട്ടിൽ 3 ഫേസും ഉള്ള സമയത്ത്, അത് 3 ഫേസിലും കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് ഈ പൊസിഷനിലാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ തെളിയാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. RYB എന്ന് പറയുന്ന 3 ഫേസ്. ഇനി ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്ക് കറണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്നാമത്തെ ഫേസിൽ ഈ സെക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നത്. RYB എന്ന് പറയുന്നത് അതിൽ നിന്ന് ഔട്ട് വരുന്നത് ഈ CBയുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആ സെക്ഷനിൽ രണ്ടാമത്തെ ഫേസിലാണെങ്കിൽ അതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ഫേസ് കട്ടാന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഫേസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഫേസിലേക്ക് ഇട്ടു. ഇനിയിപ്പോൾ മൂന്നാമത്തെ അതുപോലെ തന്നെ ഏത് ഫേസാണോ ഇല്ലാത്തത് അപ്പോൾ ആ ഫേസ് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡി ബിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ സെലക്ടർ ഏത് ഫേസിലേക്കാണോ ഉള്ളത് അതിന് ശേഷം നമുക്ക് മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ടർ സ്വിച്ച് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ രണ്ടും നമ്മൾ ആദ്യത്തെ 3 നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ഫേസാണ് ഉള്ളത്. ആ മൂന്നാമത്തെ ഫേസിലേക്ക് എല്ലാ സെലക്ടറും മാറ്റിയിടണം. അത് മാത്രമേ നമ്മുടെ വീട്ടിൽ ആ സെക്ഷനിലേക്ക് കറണ്ട് ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ ആണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തേലേക്ക് ഇട്ടു, ഇപ്പോൾ ഒന്നാമത്തേൽ രണ്ടാമത്തേലേക്ക് ഇട്ടു, അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത്തേലേക്ക്. ഇപ്പോൾ എല്ലാം തന്നെ കിടക്കുന്നത് രണ്ടാമത്തെ ഫേസിലാണ് കിടക്കുന്നത്. അതിൻ്റെ മെയിനായിട്ട് പറഞ്ഞതിൻ്റെ ഒരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സാധാരണ വീടുകളിലാണെങ്കിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് പോകും. പക്ഷേ നമുക്ക് ഈ 3 ഫേസും കട്ടായാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ കറണ്ട് പോവുള്ളൂ. ബാക്കി 2 ഫേസിൽ നമുക്ക് മാറ്റി ഏതെങ്കിലും ഇപ്പോൾ 3 ഫേസ് അല്ല ഒരു ഫേസ് ഉള്ളെങ്കിൽ കൂടി നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്ടർ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന 3 ഫേസ് കണക്ഷൻ ഏത് ഫേസിൽ കറണ്ട് പോയാലും ഏതെങ്കിലും ഒരു ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് പോകാത്ത അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ഫേസ് കണക്ഷൻ എന്തിനെടുക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആകുമ്പോൾ നമുക്ക് 5000 വാട്ട് വരെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 2 AC വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 5000-ന് മുകളിലേക്ക് വാട്ട്സ് കടന്നു പോകും. അപ്പോൾ എന്തായാലും നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്തേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 ഫേസ് കണക്ഷൻ നമ്മൾ പുതിയ വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് 3 ഫേസിൻ്റെ മീറ്റർ ബോക്സും 3 ഫേസ് ഡി ബിയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിനുശേഷം നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താൽ മതി. നമ്മൾ AC അതുപോലെ തന്നെ വാട്ട്സ് കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.